നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന സംഭവങ്ങൾ. VM സുധീരന്റെ ജനപക്ഷയാത്രയ്ക്ക് പത്തനാപുരത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദ്യമായ വരവേൽപ്പ്. പരിസ്ഥിതി സംരക്ഷണത്തിന് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ആശയങ്ങളിലടക്കം വെള്ളം ചേർക്കുകയാണ് മോഡി സർക്കാരെന്ന് VM സുധീരൻ. വിലക്കയറ്റം തടയാൻ കഴിയാത്ത മോഡി സർക്കാരിന്റെ കടപ്പാട് കോർപ്പറേറ്റുകളോടാണെന്നും സുധീരൻ. ദേശീയപാത 744 കഴുതുരുട്ടിയിൽ KSRTC ബസും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് 45 പേർക്ക് പരിക്ക്. 7 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. തെന്മല ഡാമിലെ ബോട്ട് സവാരി വെള്ളിയാഴ്ച പുനരാരംഭിക്കുന്നു. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 2 ബോട്ടുകൾ സജ്ജം. മൂന്നാമതൊന്നിനുകൂടി ശ്രമിക്കുന്നുവെന്ന് അധികൃതർ. ദേശീയപാത 744 കഴുതുരുട്ടിയിൽ KSRTC ബസും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് 45 പേർക്ക് പരിക്കേറ്റു. 7 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെങ്കാശിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോയ കൊല്ലം ഡിപ്പോയിലെ KSRTC ഫാസ്റ്റ് പാസഞ്ചറും തമിഴ്നാട്ടിലേക്ക് ചരക്കു കയറ്റാനായി പോയ ലോറിയും തമ്മിലാണ് ഇടിച്ചത്. ഉച്ചയ്ക്ക് 2:45 അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. ക്രെയിൻ ഉപയോഗിച്ചാണ് വാഹനങ്ങൾ നീക്കം ചെയ്തത്. ബസിന്റെ ഡ്രൈവർ കൊല്ലം കടപുഴ സ്വദേശി V. വിജയൻ നായരെ പുറത്തിറക്കാൻ ഏറെ നേരം പണിപ്പെട്ടു. നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. അപകടത്തെ തുടർന്ന് ദേശീയപാത 744 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോസ്, പുനലൂർ, ആര്യങ്കാവ്. VM സുധീരന്റെ ജനപക്ഷയാത്രയ്ക്ക് പത്തനാപുരത്ത് ഹൃദ്യമായ വരവേൽപ്പ്. കൊല്ലം ജില്ലയിലെ പര്യടനം പത്തനാപുരത്താണ് തുടങ്ങിയത്. പത്തനംതിട്ട ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജില്ലാ അതിർത്തിയായ പത്തനാപുരത്ത് കല്ലുംകടവിൽ രാവിലെ 10:30 പൈലറ്റ് വാഹനത്തിന്റെ പിന്നാലെ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ സുധീരൻ എത്തി. സുധീരൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതോടെ നേതാക്കളും പ്രവർത്തകരും ആവേശഭരിതരായി. ഹാരങ്ങൾ അണിയിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്രവർത്തകർ ചുറ്റും കൂടി. മുതിർന്ന നേതാക്കൾ പണിപ്പെട്ട് സുധീരനെ തുറന്ന വാഹനത്തിലേക്ക് ആനയിച്ചു. തുറന്ന വാഹനത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP, DCC പ്രസിഡന്റ് V. സത്യശീലൻ എന്നിവർക്കൊപ്പം സുധീരൻ റോഡിന്റെ ഇരുവശങ്ങളിലുമായി നിന്നവരെ കൈവീശി അഭിവാദ്യം ചെയ്ത് നീങ്ങി. സുധീരൻ വേദിയിലെത്തിയപ്പോഴേക്കും കുട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് വേദി നിറഞ്ഞിരുന്നു. മുതിർന്ന നേതാക്കൾക്ക് പോലും ഇരിപ്പിടം ലഭിക്കാത്ത സ്ഥിതിയുണ്ടായി. ഒടുവിൽ സ്റ്റേജിൽ നിന്ന് കുട്ടി നേതാക്കൾ ഇറങ്ങിക്കൊടുക്കണമെന്ന് ഒരു നേതാവ് മൈക്കിലൂടെ അറിയിച്ചു. അതോടെ ചിലർ തടിതെപ്പിയെങ്കിലും വീണ്ടും സ്റ്റേജ് പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലായി. മദ്യനയത്തിൽ സർക്കാർ ഉറച്ച നിലപാടിൽ തന്നെയാണെന്ന് VM സുധീരൻ പറഞ്ഞു. ഈ നിലപാടിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. പുതുതായി ബാർ ലൈസൻസ് അപേക്ഷ പരിഗണിക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകുമെന്നും VM സുധീരൻ പറഞ്ഞു. മോചിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ഉയർന്നുവരുന്നുണ്ട്. സർക്കാരിന്റെ നിലപാടുകളുടെ ഫലമായി ഇപ്പോൾ തന്നെ മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞിരിക്കുന്നു. ഗാർഹിക വിതരണം കുറഞ്ഞു വരുന്നു. ആക്സിഡന്റുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. പൊതുവെ ശാന്തമായ ഒരു അന്തരീക്ഷം സംജാതമാകുന്ന സ്ഥിതിചേരം വന്നിരിക്കുന്നു. അതിന്റെ ഗുണപരമായിട്ടുള്ള മാറ്റം നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. കേരളത്തിലെ പ്രധാന കാർഷിക വിളയായ റബ്ബറിന്റെ വിലത്തകർച്ചയ്ക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ ആണെന്നും റബ്ബറിന്റെ വിലത്തകർച്ച നിയന്ത്രിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേന്ദ്ര നേതൃത്വത്തിൽ പരാതി നൽകുമെന്നും കശുവണ്ടി തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ചത് അഭിമാനാർഹമാണെന്നും സുധീരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല ഡാമിലെ ബോട്ട് സവാരി വെള്ളിയാഴ്ച പുനരാരംഭിക്കുന്നു. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഇക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഡിസംബർ 5 വൈകിട്ട് 3 മണിക്ക് പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജുവിന്റെ അധ്യക്ഷതയിൽ ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ബോട്ട് സവാരി ഉദ്ഘാടനം ചെയ്യും. കൊല്ലം MP NK പ്രേമചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയാവും. ബോട്ട് സവാരിക്ക് ഒരാൾക്ക് 200 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. 1 മണിക്കൂർ സമയം അനുവദിക്കും. ബോട്ടിംഗ് പുനരാരംഭിക്കുന്നത് തെന്മല എക്കോ ടൂറിസത്തിന് ഉണർവുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോസഫ് തോമസ് IFS പറഞ്ഞു.
ഏകദേശം 1 മണിക്കൂർ യാത്ര. അതിൻ്റെ ഫീ ആയിട്ട് വെച്ചിരിക്കുന്നത് 200 രൂപ. ഇപ്പോഴത്തെ ഫ്യൂൽ ചാർജസും പിന്നെ മാത്രമല്ല 2 ആൾക്കാരെ, ഒരു ഡ്രൈവറും ഒരു സാങ്കും ഒക്കെ വേണ്ടി വരും. അതിൻ്റെ ഓവർഹെഡ് ചാർജസ് എല്ലാം കൂടി വെക്കുമ്പോൾ നമുക്ക് വർക്കബിളായിട്ടുള്ള റേറ്റ് മാത്രമല്ല എപ്പോഴും റിവൈസ് ചെയ്യാൻ പറ്റില്ല. തേക്കടി ബോട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കിയതാണ് ബോട്ട് സവാരി പുനരാരംഭിക്കുന്നത് വൈകാൻ കാരണമായത്. നിലവിൽ 2 ബോട്ടുകളാണ് റിസർവോയറിൽ എത്തിച്ചിരിക്കുന്നത്. ബോട്ടുകൾക്ക് യഥാർത്ഥത്തിൽ IRSന്റെ സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്. ആ സർട്ടിഫിക്കറ്റുകളൊന്നും ഉണ്ടായിരുന്നു. സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോഴത്തേന് തേക്കടി വലിയൊരു പ്രശ്നമായി. തേക്കടി ഒരുപാട് ആൾക്കാരുടെ മരണത്തിന് കാരണമായ ആ ബോട്ട് ദുരന്തത്തോടനുബന്ധിച്ച് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നു ബോട്ട് ഓടിക്കുന്നതിനെ സംബന്ധിച്ച്. പുതിയ ബോട്ടുകൾ പർച്ചേസ് ചെയ്യാൻ, പുതിയ സർട്ടിഫിക്കേഷനും അതിൻ്റെ സ്റ്റാൻഡേർഡ്സൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ബോട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് കിൻകോ എന്ന് പറഞ്ഞ സ്ഥാപനത്തെ, അതായത് സർക്കാർ സ്ഥാപനമാണ്, അവർ മുഖേനയാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അവരാകുമ്പോൾ ഈ സ്റ്റാൻഡേർഡ്സും സ്പെസിഫിക്കേഷൻസും ഒക്കെ നോക്കിക്കോളും. സേഫ്റ്റി കൂടുതൽ എൻഷുർ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്താണ്. മൂന്നാമതൊരു ബോട്ട് കൂടി അധികം വൈകാതെ ഇവിടെ എത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. പുതിയ ഒരു മൂന്നാമതൊരു ബോട്ട് തരേണ്ടതായിരുന്നു. അത് 40 സീറ്ററിൻ്റെ ആയിരുന്നു. പക്ഷേ ആ 40 സീറ്ററിൻ്റെ ബോട്ടിന് സർട്ടിഫിക്കേഷൻ കിട്ടാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ കണ്ടീഷൻസ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. അവരെ സപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ തന്നെ അറിയിച്ച സ്ഥിതിക്ക് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് എഴുതി പുതിയൊരു ബോട്ട്, അതിന് പകരം ഒരു പുതിയ ബോട്ട്, വേറെ ചെറിയ ബോട്ട് 25 സീറ്ററിൻ്റെ ആകുമ്പോഴത്തേനെ ഇത്രയും ബുദ്ധിമുട്ടില്ല, അതാക്കി മാറ്റിത്തരാനായിട്ട് ഗവൺമെന്റിലേക്ക് എഴുതിയിട്ടുണ്ട്. ഗവൺമെന്റ് അംഗീകരിക്കണമെന്ന് ഇക്കൊല്ലം തന്നെ അത് പിന്നെയും വാങ്ങിക്കുന്നതാണ്. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ, TEPS അംഗങ്ങളായ കരിക്കത്തിൽ പ്രസിഡന്റ് സണ്ണി ജോസഫ്, ടിജു യോഹന്നാൻ, R ലക്ഷ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ആശയങ്ങളിലടക്കം വെള്ളം ചേർക്കുകയാണ് മോഡി സർക്കാരെന്ന് VM സുധീരൻ. പുനലൂരിൽ ജനപക്ഷ യാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റം തടയാൻ കഴിയാത്ത മോഡി സർക്കാരിന്റെ കടപ്പാട് കോർപ്പറേറ്റുകളോടാണെന്നും സുധീരൻ ചൂണ്ടിക്കാട്ടി. പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ: ശുദ്ധവായു ശ്വസിക്കുക, ശുദ്ധവെള്ളം കുടിക്കുക, ശുദ്ധമായ മണ്ണിൽ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മനുഷ്യാവകാശമാണ്. ഈ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യത്തിൽ നമുക്ക് പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിയെ സ്മരിക്കാം. ഇന്ത്യയിൽ എന്ന് വേണ്ട ലോകത്ത് തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഒരു ഭരണാധികാരി ആദ്യമായി അതിന് അതീവ താല്പര്യം പ്രകടിപ്പിച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അന്തർദേശീയ സമ്മേളനങ്ങളിലൊക്കെ പ്രത്യേക താല്പര്യമെടുത്തിരുന്നു. ഇന്ത്യയിൽ അവർ തന്നെ കൊണ്ടുവന്ന പരിസ്ഥിതി നിയമങ്ങളുണ്ട്. ആ പരിസ്ഥിതി നിയമങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താകുമായിരുന്നു? ഈ ചൂടല്ല, ഇതിലപ്പുറമുള്ള ചൂടിലേക്ക് മനുഷ്യരെല്ലാം വെന്തുരുകുന്നൊരവസ്ഥയിലേക്ക് പോകുമായിരുന്നു. നല്ല പരിസ്ഥിതി നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും പ്രകൃതിയെ നമുക്ക് സംരക്ഷിച്ചു നിർത്താൻ സാധിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള നരേന്ദ്രമോദി ഭരണം പരിസ്ഥിതി നിയമങ്ങളിൽ വെള്ളം ചേർക്കാൻ നടപടികൾ ഒന്നൊന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതേക്കുറിച്ച് പഠിക്കാൻ, പരിശോധിക്കാൻ ഒരു സമിതിയെ വെച്ചു. ആ സമിതിയുടെ നിർദ്ദേശം ആശങ്കയോടുകൂടിയാണ് തൂക്കിക്കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ നിലവിലുള്ള പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളിലും സംവിധാനത്തിലും വെള്ളം ചേർക്കാനുള്ള ദ്രുതഗതിയിലുള്ള നടപടികളുമായി മോഡി ഭരണകൂടം മുന്നോട്ട് പോകുന്നു. വൻകിട കുത്തകക്കാരുടെ സംരക്ഷണമാണ് മോഡി സർക്കാരിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് ഇതിനകം മനസ്സിലായി. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്കൊന്നും അവർക്കൊരു താല്പര്യമില്ല. ഇപ്പൊ വിലക്കയറ്റം മൂലം എത്രയോ ദുരിതമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. തന്നെയുമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിലക്കയറ്റമായിരുന്നു മോഡിയുടെ ഒരു വലിയ പ്രചരണായുധം. ഇവ സർക്കാർ തന്നെ സർക്കാർ സ്പോൺസേഡ് വിലക്കയറ്റം എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. റെയിൽവേ ചാർജ്, ചരക്ക് കൂലി, പ്രകൃതിവാതകത്തിന്റെ വില, മണ്ണെണ്ണയുടെ വില ഒക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഇന്ധന വില
നമ്മുടെ സാധന വില വർദ്ധിപ്പിച്ചതിലൊരു പ്രധാന ഘടകമാണ്. UPA സർക്കാരിന് നേരെ ഉയർന്നിരുന്ന ഒരു വലിയ വെല്ലുവിളി അതായിരുന്നു എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതായിട്ടില്ല. ഇന്ധനവില അന്തർദേശീയ മാർക്കറ്റിൽ $115 ആയിരുന്ന കാലത്തെ അതേ വിലയാണ് മോഡി ഭരണകൂടം $67 ചുരുങ്ങിയിട്ടും ഇന്ന് 65 എന്ന് പറയുന്നു. അപ്പൊ ഇത്രയേറെ ക്രൂഡ് ഓയിലിന്റെ വില അന്തർദേശീയ മാർക്കറ്റിൽ കുറഞ്ഞിട്ടും അതിന് ആനുപാതികമായ രീതിയിൽ ഇന്ധന വില കുറയ്ക്കാൻ അവർ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പോ ഈ ചാൻസ് ഉപയോഗിച്ചുകൊണ്ട് എക്സൈസ് തീരുവ പെട്രോളിന് 2 രൂപ, ഡീസലിന് 1 രൂപ കണ്ട് വർദ്ധിപ്പിച്ചു. ഇത് 2ാം വട്ടമാണ്. കഴിഞ്ഞ നവംബർ 12-ന് പെട്രോളിനും ഡീസലിനും തീരുവ 1.50 വർദ്ധിപ്പിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2ാം വട്ടം കൂട്ടി. അപ്പൊ അന്തർദേശീയ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇത്രമാത്രം കുറഞ്ഞിട്ടും ജനങ്ങളെ സഹായിക്കാൻ, അതിനനുസരിച്ച് ഇന്ധനവില കുറയ്ക്കാൻ തയ്യാറായാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില അത്രത്തോളം താഴോട്ട് പോകും, ഒരു സംശയമില്ല. അതിന് തയ്യാറാകാതെ ഈ ചാൻസ് ഉപയോഗിച്ച് എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കാനാണ് അവർ തയ്യാറാകുന്നത്. അവരുടെ കടപ്പാട് ജനങ്ങളോടല്ല, കോർപ്പറേറ്റുകളോടാണ്. ഇപ്പോൾ അവർ മോഡിയും കൂട്ടും സ്വീകരിക്കുന്ന രീതി എന്ന് പറയുന്നത് വർഗീയ ധ്രുവീകരണം നടത്തി, വർഗീയത അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ ഈ നയമാണ് സ്വീകരിച്ചത്. വർഗീയമായ ആളുകളെ ഭിന്നിപ്പിക്കുക, വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി അവർ ശ്രമിച്ചു. താൽക്കാലികമായ നേട്ടമുണ്ടായി. ഇപ്പോൾ ഇവരുടെ ദുർഭരണം, ജനദ്രോഹ ഭരണം മൂലം ജനങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോൾ, ജനപ്രതിഷേധം ഉയരുമ്പോൾ അതിനെതിരെ തടയിടാൻ അവർ ഉദ്ദേശിക്കുന്നത് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച, ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച മതസൗഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെയും ഉന്നതമായ മൂല്യങ്ങളൊക്കെ ദുർബലമാക്കാനും അതൊക്കെ ഇല്ലായ്മ വരുത്താനും അതുവഴി ഈ രാജ്യത്തെ ശിഥിലീകരണ തലങ്ങളിലേക്ക്, മാനസികമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ നാടിനെ ഗ്രസിക്കുന്ന വലിയൊരു വിപത്താണ് ലഹരിയുടെ വിപത്ത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ തലമുറകൾ തന്നെ നാശത്തിലേക്ക് പോകാവുന്ന അവസ്ഥ. സാധാരണക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. സമൂഹത്തിൽ ആരോഗ്യപരമായി, സാമ്പത്തികമായി വലിയ തകർച്ചയുണ്ടാകുന്നു. ഇതൊഴിവാക്കാൻ വേണ്ടി ജനങ്ങളെ മാനസികമായി തയ്യാറാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ലഹരിക്കെതിരായ സമരത്തിൽ ജനങ്ങളുടെ പിന്തുണ ഉറപ്പുവരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത്. മദ്യം മാത്രമല്ല, മയക്കുമരുന്നിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം. നമ്മുടെ വിദ്യാലയ പരിസരങ്ങളിൽ കുട്ടികളെ വഴിതെറ്റിക്കാൻ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ സജീവമാണ്. രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുത്ത ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ, വിദ്യാലയ പരിസരത്ത് നടത്തിയ പരിശോധനയിൽ 1000-ഓളം പേരെയാണ്, സാമൂഹ്യ വിരുദ്ധരെയാണ് പോലീസ് കണ്ടുപിടിച്ചത്, കസ്റ്റഡിയിലെടുത്തത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി സർക്കാർ സംവിധാനവുമായി സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആര്യങ്കാവിന് സമീപം നാഗമലയിൽ തിങ്കളാഴ്ച രാത്രി പുലി ഇറങ്ങി. തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ പുലി ആക്രമിച്ച് കൊന്നു. പ്രദേശത്ത് ജനം ഭീതിയിലായിട്ടുണ്ട്. നാഗമല എസ്റ്റേറ്റിൽ അൽഫോൺസിന്റെ പശുവിനെയാണ് പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെയാണ് പുലി ആക്രമിച്ചത്. തൊഴുത്തിൽ നിന്ന് 100 മീറ്റർ അകലെയാണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. എരുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ പുലി വന്ന് വിരട്ടി അത് കയറും പൊട്ടിച്ചുകൊണ്ട് പോകുന്ന വഴിക്കിട്ട് അതിനെ കടിച്ച് കൊന്ന്. ഏകദേശം 3 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്.
ഒരു മാസം മുമ്പ് സമീപവാസിയുടെ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണം പതിവായിട്ടും വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. പുലി സ്ഥിരമായിട്ട് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ ഒരുപാട് കിടാക്കളെയും പശുക്കളെയും പുലി കൊന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പട്ടിയെ ഇവിടെ വന്ന് പുലി പിടിച്ചുകൊണ്ട് പോയി. നിരന്തരം പുലിയുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഒരു മാസത്തിനു ശേഷം ഉടമയെ കണ്ടെത്തി തിരികെ നൽകി ബേക്കറി ഉടമയുടെ സത്യസന്ധത. ഇടമൺ തെക്കേവിള വീട്ടിൽ ജി സാബുവാണ് ഉടമയ്ക്ക് ആഭരണം തിരികെ നൽകി മാതൃകയായത്. ഒരു മാസം മുമ്പ് ഇടമൺ സത്രം ജംഗ്ഷനിലുള്ള തന്റെ ബേക്കറിയിൽ നിന്നാണ് സാബുവിന് 2 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കളഞ്ഞുകിട്ടിയത്. ഉടമസ്ഥൻ തിരക്കി വരുമെന്ന് കരുതി സാബു 8 ദിവസം കാത്തിരുന്നു. ആരും എത്താത്തതിനെ തുടർന്ന് തെന്മല പോലീസിൽ വിവരം ധരിപ്പിക്കുകയായിരുന്നു. കടയിൽ നിന്നാണ് കിട്ടുന്നത്. കടയിൽ നമ്മുടെ സ്റ്റാഫിനെല്ലാം കിട്ടുന്നത്. കടക്കാരെ എടുത്ത് നമ്മുടെ തന്നു. മാലയും ഒരു അരിഞ്ഞാണമാണ് സ്വർണ്ണമാണെന്ന് മനസ്സിലായി. പിറ്റേന്ന് ആൾ വരും വെച്ച് വന്നില്ല. സ്വർണ്ണം വന്നപ്പോൾ ഡൗട്ടായി. അപ്പം ഫൈനാൻസ് കൊണ്ട് നോക്കിയപ്പം കറക്റ്റ് മേടി ഫൈനാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയപ്പം കറക്റ്റ് സ്വർണ്ണമാണെന്ന് മനസ്സിലായി. ഒരു 8 ദിവസം ഞാൻ വെച്ചിരുന്നു. അപ്പം കടയിലും സേഫ്റ്റി അല്ല, വീടും വെക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു. സാറ് അപ്പോൾ വിവരങ്ങൾ പറഞ്ഞു. സാറ് വന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോയി. മാല സാബുവിന്റെ കയ്യിൽ നിന്ന് ശേഖരിച്ച പോലീസ് മാധ്യമങ്ങളിലൂടെ ഉടമയെ തിരക്കി പരസ്യം നൽകിയെങ്കിലും ആരും എത്തിയിരുന്നില്ല. തുടർന്ന് സാബു നടത്തിയ അന്വേഷണത്തിലാണ് സ്വർണത്തിന്റെ ഉടമയെ കണ്ടെത്താനായത്. കറവൂർ സജി ഭവനിൽ കെ സരളയുടേതായിരുന്നു മാല. ബൈ ചാൻസ് ഇന്നലെ ഇവരുടെ വീടിനടുത്തൊരു പാർട്ടി വന്ന് സാധനം പിടിച്ചിട്ട് ഞാൻ ചുമ്മാ അവരോട് വെറുതെ ചോദിച്ചു, കറൂരാണെന്ന് നോക്കുന്നത് ചുമ്മാ ചോദിച്ചു, നിങ്ങളുടെ അവിടെ ആരെങ്കിലും സ്വർണ്ണം എന്തെങ്കിലും കളഞ്ഞു വിടണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഈ സംഭവം പറയുന്നത് പോലെ വീടിനടുത്തൊരു പാർട്ടിയിലെ സ്വർണ്ണം കളഞ്ഞു പോയിട്ടുണ്ട്. അവർ വല്ല വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ നമ്പർ അവരുടെ കൊടുത്ത് വിട്ടു. എന്നോട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം അവർ വിളിച്ച് വിവരം ഞാൻ കരയാണ്ടകളൊക്കെ ചോദിച്ചപ്പോൾ അവർ കറക്റ്റ് പറഞ്ഞു. അവരെല്ലാം എനിക്ക് ജോലിയായി. അവനെ SIയെ വിളിച്ച് SIയോട് പറഞ്ഞു. തെന്മല പോലീസ് സൂക്ഷിച്ചിരുന്ന മാല സാബു തന്നെ ഉടമയ്ക്ക് കൈമാറി. നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ കൈ കിട്ടണം. അവരുടെ സന്തോഷം വരെ നമ്മൾ കൈമാറുന്ന സന്തോഷം, അവരുടെ മുഖത്തെ സന്തോഷം നമുക്ക് കാണണം. അതേപോലെ നമ്മൾ ഇതിന് പ്രതിഫലിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പ്രധാന വാർത്തകൾ വീണ്ടും. VM സുധീരന്റെ ജനപക്ഷയാത്രയ്ക്ക് പത്തനാപുരത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദ്യമായ വരവേൽപ്പ്. പരിസ്ഥിതി സംരക്ഷണത്തിന് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ആശയങ്ങളിലടക്കം വെള്ളം ചേർക്കുകയാണ് മോഡി സർക്കാരെന്ന് VM സുധീരൻ. വിലക്കയറ്റം തടയാൻ കഴിയാത്ത മോഡി സർക്കാരിന്റെ കടപ്പാട് കോർപ്പറേറ്റുകളോടാണെന്നും സുധീരൻ. ദേശീയപാത 744 കഴുതുരുട്ടിയിൽ KSRTC ബസും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് 45 പേർക്ക് പരിക്ക്. 7 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. തെന്മല ഡാമിലെ ബോട്ട് സവാരി വെള്ളിയാഴ്ച പുനരാരംഭിക്കുന്നു. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 2 ബോട്ടുകൾ സജ്ജം. 3ാമതിനുകൂടി ശ്രമിക്കുന്നുവെന്ന് അധികൃതർ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.